അപ്പോൾ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് അജ്മൽ. അപ്പോൾ നമ്മൾ എവിടം വരെ ആയിരുന്നു? കഴിഞ്ഞ ബഡേ ഭായ് സാഹബ് ഒരു 4 പാർട്ട് ഇട്ടിരുന്നു. ബഡേ ഭായ് സാഹബൊക്കെ എല്ലാവർക്കും വേണ്ട ചാപ്റ്ററാണ് അല്ലേ? എല്ലാവരും ഇങ്ങനെ കമൻറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അടുത്ത പാർട്ടുണ്ടോ പെട്ടെന്നിട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് പേരോടൊക്കെ പേഴ്സണലായിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് നോട്ട്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരും, അപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വേണമെന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ മീനാക്ഷി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഹാവരെ, ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ മുഹാവരെ ഒന്ന് പറഞ്ഞു തരാമോ? അത് ഉറപ്പായിട്ടും പറഞ്ഞു തരാം. പിന്നെ അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. दैव ना करे आज मैं बीमार हो जाऊँ तो तुम्हारे हाथ पाव ഫൂൾ ജായെങ്കിൽ. അപ്പം നമ്മൾ എന്തായിരുന്നു അവസാനം കണ്ടുകൊണ്ടിരുന്നത്? കഥയുടെ ഏകദേശം ഒരു അവസാനത്തേക്ക് നമ്മൾ വന്നല്ലേ. എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പട്ടം പറത്താൻ പോയ, ആരും അറിയാതെ രഹസ്യമായിട്ട് പട്ടം പറത്താൻ പോയ ഛോട്ടെ ഭായ് സാഹബിനെ റോഡിൽ വെച്ചിട്ട് ആര് കാണുകയാണ്? മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്ന ബഡേ ഭായ് സാഹബ് കാണുകയും അദ്ദേഹത്തെ റോഡിലിട്ട് വഴക്ക് പറയുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് പോയി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോ, എക്സ്പ്ലനേഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുക. ദൈവ നാ കരേ ആജ് മേ ബീമാർ ഹോ ജാഊ തോ തുമ്ഹാരെ ഹാത്ത് പാവ് ഫൂൽ ജായെങ്കെ. ആജ് മേ ബീമാർ ഹോ ജാവൂ എന്ന് വെച്ചാൽ എന്താണ്? ബഡേ ഭായ് സാഹിബ് ചോദിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് അസുഖം വന്നെന്ന് നീ വിചാരിക്കുക, എന്തെങ്കിലും അസുഖം വന്നെന്ന് നീ വിചാരിക്കുക, രോഗം വന്നെന്ന് നീ വിചാരിക്കുക. നമ്മളെന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണ പറയുന്നതാണ്, ഇപ്പോൾ എനിക്ക് നീ അസുഖം വന്നെന്ന് വിചാരിക്കുക, ദൈവം അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയും, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. അപ്പോൾ അതാണ് ഇവിടെ ബഡേ ഭായ് സാഹിബ് ആദ്യം പറഞ്ഞത്. ദൈവ നാ കരേ ആജ് മേ ബീമാർ ഹോ ജാവൂ തോ തുമ്ഹാരെ ഹാത്ത് പാവ് ഫൂൽ ജായെങ്കെ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ എനിക്ക് അസുഖം വന്നാൽ തുമ്ഹാരെ നിൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും, നീ പരേശാൻ ഹോ ജായെങ്കെ, നീ നിനക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും, നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ വലയും. ദാദാക്കോ താർ ദേനെ കെ സിവ തുമേ ഓർ കുച്ച് ന സൂച്ചേഗ. ദാദാക്കോ അച്ഛന് താർ ദേനെ എന്ന് പറയുമ്പോൾ ഈ ടെലിഗ്രാം അടിക്കത്തില്ലേ, നമ്മൾ നേരത്തെയൊക്കെ പറയുമായിരുന്നു ടെലിഗ്രാം അടിക്കുക, ഈ കത്തിന് പകരം. ഇപ്പോൾ കത്ത് എഴുതുന്നതായിട്ട് സങ്കല്പിച്ചാലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കമ്പി അടിക്കുക എന്ന് പറയാൻ കുറച്ച് വാക്കുകൾ വെച്ചിട്ട്. അപ്പോൾ അതാണ് ടെലിഗ്രാമാണ്. അച്ഛന് ടെലിഗ്രാം അടിക്കുന്നതല്ലാതെ സിവ തുംഹെ ഓർ കുച്ച് ന സൂച്ചേഗ, നിനക്ക് വേറൊന്നും ചെയ്യാനില്ല. ലേക്കിൻ പക്ഷേ തുമ്ഹാരി ജഗഹ് ദാദാ ഹോ, പക്ഷേ നിൻ്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിലോ, തോ കിസിക്കോ താർനതേ, വേറെ ആർക്കും ടെലിഗ്രാം അടിക്കില്ല അല്ലെങ്കിൽ കത്തെഴുതില്ല. ന ഖബറായും പേടിക്കുകയുമില്ല. ന ബദഹ്വാസ് ഹോ, ഒരിക്കലും പേടിക്കില്ല, അല്ലെങ്കിൽ ഈ ബോധമില്ലാത്ത രീതിയിൽ പെരുമാറില്ല, അങ്ങനെയാണ് പറയുന്നത്. പെഹലെ ഖുദ് മറസ് പഹചാൻ കർ ഇലാജ് കരേങ്കെ. അപ്പോൾ പെഹലെ ആദ്യം എന്ത് ചെയ്യും? ഖുദ് സ്വയം, മറസ് പഹചാൻ കർ, മഹരസ് എന്ന് വെച്ചാൽ ബീമാരി രോഗം. ആദ്യം രോഗം പഹചാൻ കർ, രോഗം മനസ്സിലാക്കിയിട്ട്, ഇലാജ് കരേങ്കെ സ്വയം രോഗം മനസ്സിലാക്കിയിട്ട്, ഇലാജ് കരേങ്കെ എന്ത് ചെയ്യും? ചികിത്സിക്കും. ഉസ്മേ സഫൽ ന ഹുയേ തോ കിസി ഡോക്ടർക്കോ ബുലായെങ്കെ, ആ ഒരു ചികിത്സ ഫലം കണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർക്കോ ബുലായെങ്കെ, ഡോക്ടറിനെ വിളിക്കും. ബീമാരി തോ ഖൈർ ബഡി ചീസ് ഹൈ, ഈ അസുഖം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ ഒരു കാര്യമാണ്. ഹം തും തോ ഇത്നാ ഭീ നഹീ ജാൻതേ कि महीने भर का खर्च महीना भर कैसे चले. അപ്പോൾ എനിക്കും നിനക്കൊന്നും എന്തറിയില്ല, ഇത്തനാ ഭീ നഹീ ജാനത്തെ, ഇത്രയും പോലും അറിയില്ല, എന്തറിയില്ല,
कि महीने भर का खर्च, ഓരോ മാസത്തെയും ചെലവ്. മഹീന ഭർ കേസെ ചലെ, ഓരോ മാസത്തെയും ചെലവ്, ഓരോ മാസത്തെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് പോലും നമുക്ക് അറിയില്ല. ജോ കുച്ച് ദാദാ ഭേജ്തേ ഹേ, നമുക്ക് കുറച്ച് അച്ഛൻ ദാദാ കുറച്ച് പൈസ ഭേജ്തേ ഹേ, അയച്ചു തരുന്നുണ്ട്. ഉസേ ഹം 20-22 തക്ക്, ഒരു മാസത്തെ എത്രയാണ്, 30-31 ദിവസമുണ്ട്. പക്ഷേ ഈ ഒരു ഉസേഹം, ആ ഒരു പൈസ, അച്ഛൻ അയച്ചു തരുന്ന പൈസ, ഹം 20 എന്ന് വെച്ചാൽ 20, 22 എന്ന് വെച്ചാൽ 22. അപ്പോൾ 20 അല്ലെങ്കിൽ 22 ദിവസത്തിനുള്ളിൽ ഖർച്ചുകൾ ഡാൽത്തെ, ആ പൈസ മുഴുവൻ എന്ത് ചെയ്യും, ഖർച്ചുകൾ ഡാൽത്തെ, ചിലവാക്കി കളയും. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവർക്ക് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണിത്. എനിക്കും എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പൈസയൊക്കെ പേരൻസ് അയച്ചു തരും, അത് നമ്മൾ ചിലവഴിക്കാൻ അറിയാതെ. എൻ്റെയൊക്കെ കാര്യമാണെങ്കിൽ ആ മാസത്തിൽ 20-22 വരെ ഒന്നും പോകത്തില്ല, അതിന് തൊട്ട് മുമ്പേ തീരും, അതിന് കുറച്ച് ആൾ മുമ്പേ തീരും, പിന്നെ അങ്ങോട്ട് കഷ്ടം മറ്റുള്ളവരുടെ മുന്നിൽ. അതാണ് എല്ലായിടത്തെ അവസ്ഥ. डालते हैं और फिर पैसे को मुहताज हो जाते हैं. പിന്നെന്താണ്, ഈ ഒരു പൈസ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പൈസയ്ക്ക് വേണ്ടി മുഹതാജ് ഹോ ജാത്തേ ഹേ, മറ്റുള്ളവരുടെ അടുത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നാശ്ത ബന്ദ് ഹോ ജാത്താ ഹേ, ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കഴിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബഡേ ഭായ് സാഹബും ചോട്ടേ ഭായ് സാഹബും പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ആഹാരം കഴിക്കാൻ പോവുകയാണ്, ഹോട്ടലിലോ അല്ലെങ്കിൽ അതുപോലത്തെ ക്യാൻറ്റീനിലോ അങ്ങനെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് കഴിക്കാൻ പോവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 20-22 ആകുമ്പോഴത്തേക്ക് പൈസ തീർന്നാൽ പിന്നെന്താണ്, ബാക്കിയുള്ളവരുടെ അടുത്ത് പൈസ ചോദിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ധോബി ഓർ നായി സെ മുഹ് ചുരാനെ ലഗ്തേ ഹേ. ധോബി നായി 8ാം ക്ലാസ് 9ാം ക്ലാസ് ഈ ക്ലാസ്സുകളിലെല്ലാം കേട്ടൊരു കാര്യമാണ്. 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഷെഹനായിയുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ. ഒരു ഷെഹനായി ഉണ്ടായ, ഷെഹനായി എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായ കഥ. അതിലെ നായി എന്ന് പേര് വരാൻ കാരണം എന്താണ്, ഒരു നായി ആണ് ആ ഒരു ഷെഹനായി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. നായി എന്ന് വെച്ചാൽ മുടിവെട്ടുകാരൻ, ഷെഹനായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിൽ വരുമ്പോൾ, 9ലാണോ 10ലാണോ എന്ന് എനിക്കറിയില്ല, ഒരു ചാപ്റ്ററിൽ, ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്ററിൽ, ഐ തിങ്ക് നാഷണലിസം ഇൻ ഇന്ത്യയിലാണെന്ന് തോന്നുന്നു, നായി ധോബി ബന്ദ് എന്ന് പറയുന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ കൊളോണിയലിസത്തിനെതിരെ ഓരോ ആൾക്കാർ എന്ത് ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നായി ധോബി ബന്ദ്, അതായത് റിച്ച് പെസൻസിൻ്റെ വീട്ടിൽ, പണക്കാരായ ഫാമേഴ്സിൻ്റെ വീട്ടിൽ സാധാരണ ജോലി ചെയ്യാൻ പോകുന്ന ആരാണ്, ഈ പാവപ്പെട്ട ഫാമേഴ്സാണ്. ആ ഒരു ഫാമേഴ്സ് അല്ലെങ്കിൽ അവരുടെ തലമുടി വെട്ടാൻ പോകുന്ന നായീസ്. പിന്നെ ധോബി എന്ന് വെച്ചാൽ അലക്കുകാരൻ. അതുപോലെ തന്നെ അതിഥിയുടെ ഒരു കഥ, അതേത് ക്ലാസ്സിലായിരുന്നു, 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി പോയിട്ട് കുറേ നാളത്തേക്ക് ആ അതിഥി വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നില്ല. ആ ഒരു സമയത്ത് ഭയങ്കര വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുപോലത്തെ ഒരു കഥ ഹിന്ദി സഞ്ജയനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് 9ാം ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനകത്ത് ഇതുപോലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇപ്പോഴേ ഒന്നും പോകത്തില്ലെന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യതി ചോദിക്കുകയാണ്, ധോബിക്കോ ധോബിക്ക് എപ്പോഴാണ് വസ്ത്രങ്ങൾ കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ റൂമിൽ നിന്ന് കണ്ണുരുട്ടുന്നതെന്നൊക്കെ നമ്മുടെ കവി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കുന്നോ അതൊന്നും നമ്മൾ എത്ര മനസ്സിലാക്കി എൻജോയ് ചെയ്ത് പഠിക്കുന്നോ അതൊന്നും മറക്കാൻ പറ്റില്ല, എൻജോയ് ചെയ്ത് പഠിക്കുന്നതൊന്നും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ വാക്കുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് എനിക്ക് ഈ നായി ധോബി എന്നൊക്കെ ഓർക്കുമ്പോൾ ഇതുപോലത്തെ കുറേ ചാപ്റ്റേഴ്സും കുറേ സംഭവങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിനോട് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ച ആ വാക്കുകൾ നമ്മൾ മറക്കില്ല. അപ്പോൾ നായി ധോബി അല്ല, ഇവിടെ ധോബി ഓർ നായി, മുടിവെട്ടുകാരൻ്റെ അടുത്തും പിന്നെ പൈസ കൊടുത്തിട്ടാണ് ഇവർ തുണി അലക്കിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള നായിയെ ധോബിയൊക്കെ കാണുമ്പോൾ
ചുരാനെ ലഗ്താ ഹേ, മുഖം തിരിക്കും. അതായത് അവരുടെ അടുത്തേക്കേ പോകത്തില്ല കുറച്ച് നാളത്തേക്ക്, പൈസ ഇല്ലല്ലോ. ലേക്കിൻ ജിത്നാ ആജ് ഹം ഓർ തും ഖർച്ച് കർ രഹേ ഹേ, പക്ഷേ നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ രണ്ടുപേരും നീയും ഞാനും ഇപ്പം എത്രത്തോളം പൈസ ചിലവാക്കുന്നുണ്ടോ, ഉസ്കെ ആധേമേ, അതിൻ്റെ ആധേ എന്ന് വെച്ചെന്നാണ് പകുതി. ഉസ്കെ ആധേ കണ്ടേ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കേട്ടിട്ടുള്ളതാണ്. ഉസ്കെ ആധേമേ, അതിൻ്റെ പകുതി, ദാദാനെ അപ്നി ഉമ്ര കാ ബഡാ ഭാഗ് ഇസ്സത്ത് ഓർ നേക്നാമി കെ സാത്ത് നിഭായ ഹെ. അപ്പോൾ എന്താണ്, അതിൻ്റെ പകുതി ദാദാ, അതായത് അച്ഛൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ്, ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം, ബടാ ഭാഗ്, എന്താണ്, ബഹുമാനത്തോടെയും അതുപോലത്തെ വിനയത്തോടെയും എല്ലാം, നേക്നാമി ഓർ ഇസ്സത്ത് കെ സാത്ത് നിഭായ ഹേ, ഇതിൻ്റെ പകുതി പൈസ വെച്ചിട്ട്. ഇപ്പം നമുക്ക് അച്ഛൻ അയച്ചു തരുന്നത് എന്താണ്, കുറച്ച് നാൾ പോലും തികയുന്നില്ല, പക്ഷേ ഇത്രയും അയച്ചു തരുന്നതിൻ്റെ പകുതി പൈസ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം വിനയത്തോടും ബഹുമാനത്തോടും അഹങ്കാരമില്ലാതെ അദ്ദേഹം കുടുംബ കാ പാലൻ കിയാ ഹെ, ഒരു കുടുംബത്തിനെ പരിപാലിച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി പൈസ വെച്ച്. ജിസ്മേ സബ് മിൽക്കർ നൗ ആദ്മീ ഥേ, എന്താണ്, ആ ഒരു കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു കുടുംബത്തിൽ മുഴുവൻ എല്ലാവരും കൂടെ ചേർത്ത് 9 പേരുള്ള ഒരു കുടുംബത്തിനെ ഇതിൻ്റെ പകുതി പൈസ വെച്ചിട്ട് അച്ഛൻ നോക്കി നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അങ്ങനെയായിരുന്നു അവസാനം നമ്മൾ നിർത്തിയിട്ട് പോയത്. എന്താണ്, നിനക്ക് ഇത്ര അഹങ്കാരം, പിന്നെന്താണ്, അച്ഛൻ്റെ അമ്മയുടെ അവർക്ക് നിന്നെക്കാളും എന്തൊക്കെ വന്നാലും പ്രായത്തിനെ നീ ബഹുമാനിക്കണം, എത്ര ഒരേ ക്ലാസ്സിലെത്തിയാലും, പിന്നെ അച്ഛനും അമ്മയും സ്കൂളിൽ പോയിട്ടില്ല എന്നാലും അവർക്ക് നമ്മളെക്കാളും അനുഭവമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ, എല്ലാ ക്ലാസ്സും പാസ്സാവുന്ന നീ, ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൈസ ചിലവ് വരുന്ന കാര്യത്തിൽ നിനക്കറിയത്തില്ല, പക്ഷെ അച്ഛനും അമ്മയ്ക്കും അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവരതൊക്കെ നല്ല പോലെ നോക്കി നടത്തുന്നത് എന്നാര് പറയുന്നു, ബഡേ ഭായ് സാഹബ് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണത്. എന്താ, ബഡേ ഭായ് സാഹബ് ഉപദേശ് കി കലാമേ നിപുൺ ഥേ, അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായിരുന്നു. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. अपने हेडमास्टर साहब ही को देखा, നമ്മുടെ ഹെഡ് മാസ്റ്റർ സാഹിബിനെ നോക്കൂ. എം എ है कि नहीं और यहाँ के एम ए नहीं, ഓക്സ്ഫോർഡ് के എം എ അല്ലേ, ആണോ അല്ലയോ, യഹാ കെ എം എ നഹി, അതുമാത്രമല്ല ഇവിടുത്തെ എം എ ഒന്നുമല്ല, ഓക്സ്ഫോർഡിലെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയിട്ട് എടുത്ത എം എ ആണ്. 1000 രൂപയെ പാത്തേ ഹേ, ഇത് പഴയ കഥയല്ലേ, 1000 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ലേക്കിൻ ഉൻകെ ഘർ കാ ഇന്തസാം കോൻ കർത്താ ഹേ, 1000 രൂപയാണ് കിട്ടുന്നത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആരാണ്, ഉൻകി ബൂഡിമ, അദ്ദേഹത്തിൻ്റെ ബൂഡി വയസ്സായ അമ്മ. ഹെഡ് മാസ്റ്റർ സാഹബ് കി ഡിഗ്രി യഹാ ബേക്കാർ ഹോ ഗൈ, ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ ഹെഡ് മാസ്റ്റർ സാഹിബിൻ്റെ ഓക്സ്ഫോർഡിൽ നിന്നുള്ള എം എ എന്ന ഡിഗ്രി വെറുതെ ആയി പോവുകയാണ് ചെയ്യുന്നത്. പെഹലെ ഖുദ് ഘർ കെ ഇന്തസാം കർത്തേ ഥേ, ആദ്യം എന്തായിരുന്നു, സ്വയം വീട്ടിലെ ഇന്തസാം കർത്തേ ഥേ, ചിലവൊക്കെ നോക്കി നടത്തുമായിരുന്നു. ഖർച്ച് പൂരാന പഠിത്താ, പക്ഷെ എന്താണ്, ചിലവ് കറക്റ്റായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല, എന്താണ്, കുറേ പൈസ ഇല്ലാതാവുന്നു, പിന്നെ കടം ചോദിക്കേണ്ടി വരുന്നു. കർസ്ദാർ രഹത്തെ ഥേ എന്ന് വെച്ചാൽ എന്താണ്, കർസ്ദാർ രഹത്തെ ഥേ എന്ന് വെച്ചാൽ അന്ന് കടക്കാരനായി മാറി. ജബ് സെ ഉൻകി മാതാജി നെ പ്രബന്ധ് അപ്നെ ഹാത്ത് മേ ലേ ലിയാ ഹേ, എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നടത്താനുള്ള അധികാരം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് എത്തിയത്, ജैसे घर में ലക്ഷ്മി ആ ഗई है, ആ വീട്ടിൽ ഐശ്വര്യം വന്നു, ലക്ഷ്മി വന്നു. तो भाईजान, സഹോദര, യഹ് ഗരൂർ ദിൽ സെ നിക്കാൽ ഡാലോ, യഹ് ഗരൂർ, ഈ അഹങ്കാരം, ദിൽ സെ നിക്കൽ ഡാലോ, മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് എടുത്ത് കള. തും മേരെ സമീപ് ആ ഗയേ ഹോ, നീ എൻ്റെ
സമീപത്തേക്ക് വന്നിരിക്കുന്നു, നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു, അടുത്തേക്ക് വന്നിരിക്കുന്നു. വേണമെങ്കിൽ ക്ലാസ്സിൻ്റെ കാര്യമാവാം, ഇനി ഒരു ക്ലാസ്സും കൂടെ കയറിയാൽ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ അടുത്താവാം. ഓർ അബ് സ്വതന്ത്ര ഹോ, നീ ഇപ്പോൾ സ്വതന്ത്രനാണ്. മേരെ ദേഖത്തെ തും ബേരാഹ് ന ചലത്തെ പാവോगे, എന്നെ കണ്ടതിനു ശേഷവും നീ ബേരാഹ്, രാഹ് എന്ന് വെച്ചാൽ എന്താണ്, വഴി, ബേരാഹ് എന്ന് വെച്ചാൽ വഴി പോവരുത്. അഗർ തും യോ ന മാനോगे, അഗർ ഇനി എങ്ങാനും തും യോ ന മാനോगे, ഞാൻ ഈ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ, തൊമ്മേ പിന്നെ ഞാൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, തപ്പട് ദിഖാക്കർ, കൈ ഇങ്ങനെ അടിക്കാൻ വേണ്ടി പൊക്കിയിട്ട്, ഇസ്കാ പ്രയോഗ ഭീ കർ സക്താ ഹൂ, ഞാൻ ഈ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ ഞാൻ ഇതും ചെയ്യും. കൈ പൊക്കിയിട്ട് അടിക്കാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതും ചെയ്യും. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഉപദേശം മാത്രമായിരുന്നു, ഇനി അതും തുടങ്ങും. मैं जानता हूँ तुम्हें मेरी बातें ज़रूर लग रही है, എനിക്കറിയാം, സഹർ ലഗ് രഹി ഹെ, സോറി സഹർ ലഗ് രഹി ഹെ, എനിക്കറിയാം നിനക്ക് എൻ്റെ സംസാരമെല്ലാം സഹർ വിഷം പോലെയാണ്. മേ ഉൻകി ഇസ് നയി യുക്തി സെ, ഇനി അടുത്ത ചോട്ടെ ഭായ് സാഹിബിൻ്റെ ഡയലോഗ്സാണ്. ഡയലോഗ് അല്ല, അദ്ദേഹം തന്നെ പറയുകയാണ്, നമ്മളോട് പറയുകയാണ്. മേ ഉൻകി ഇസ് നയി യുക്തി സെ നത് മസ്തക് ഹോ ഗയ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രയോഗത്തിൽ അടിക്കാനൊക്കെ വരുന്നു, ദേഷ്യപ്പെടുന്നു. ഈ ഒരു പുതിയ കാര്യത്തിൽ, ഈ ഒരു പുതിയ ന്യായത്തിൽ അത് കണ്ടിട്ട് ഞാൻ നത മസ്തക് ഹോ ഗയി, തല കുനിച്ച് പോയി. മുझे ആജ് സച്ച് മുച്ച് അപ്നി ലഘുതാ കാ അനുഭവ് ഹുവ, ഇന്ന് എനിക്ക് സത്യമായിട്ടും അപ്നി ലഘുത, ഞാൻ എത്രത്തോളം ചെറുതാണ് എന്നുള്ളതിൻ്റെ ആ ഒരു അനുഭവം എനിക്കിന്ന് വന്നു. എൻ്റെ ചെറുപ്പത്തിനെ കുറിച്ച്, ഞാൻ എത്ര ചെറുതാണ് അദ്ദേഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് എനിക്ക് മനസ്സിലായി. ഓർ ഭായ് സാഹബ് കെ പ്രതി മേരെ മൻ മേ ശ്രദ്ധ ഉത്പന്ന ഹുയി, പിന്നെ അതുമാത്രമല്ല ഭായ് സാഹബിനോട് എൻ്റെ മനസ്സിൽ ശ്രദ്ധ, അതിൽ ഭക്തി അല്ലെങ്കിൽ സ്നേഹം, ഭക്തിയോടുള്ള സ്നേഹം, ബഹുമാനത്തോടെയുള്ള സ്നേഹം, അങ്ങനത്തെ ഒരു ഇതാണ് ശ്രദ്ധ. ആ ഒരു ശ്രദ്ധ അദ്ദേഹത്തിനോട് വന്നു. മേനെ സജൽ ആംഖോസെ, ഞാൻ സജൽ നിറഞ്ഞ, ആംഖോസെ നിറഞ്ഞ കണ്ണുകളോടെ, കഹാ പറഞ്ഞു, ഹർഗിസ് നഹി ബിൽക്കുൽ നഹി എന്ന് വെച്ചാൽ എന്താണ്, സത്യമായിട്ടും അല്ല. ആപ് ജോ കുച്ച് ഫർമാ രഹേ ഹേ, ആപ് താങ്കൾ, ചേട്ടൻ ബഡേ ഭായ് സാഹബ്, ജോ കുച്ച് ഫർമാ രഹേ ഹേ, ജോ കുച്ച് ബോൾത്താ രഹേ ഹേ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, വഹ് ബിൽക്കുൽ സച്ച് ഹേ, അതെല്ലാം സത്യമാണ്. ഓർ ആപ്കോ ഉസ്കെ കഹനെ കാ അധികാർ ഹേ, അതുമാത്രമല്ല താങ്കൾക്ക് അത് പറയാനുള്ള അധികാരമുണ്ട്, എന്നോടത് പറയാനുള്ള അധികാരമുണ്ട്. ഈ ഒരു പടം അത് അടുത്ത പാരഗ്രാഫിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് ബാക്കി. ഭായ് സാഹബ് നെ മുझे ഗലെ സെ ലഗാ ദിയ, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു, ഭായ് സാഹബ് എന്നെ കെട്ടിപ്പിടിച്ചു. ഓർ ബോലെ, എന്നിട്ട് പറഞ്ഞു, മേ കൻകൗവെ ഉഡാനെ കോ മനാ നഹീ കർത്താ, ഞാൻ പട്ടം പറത്തുന്നത് ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല, അതിൽ നിന്ന് ഞാൻ നിന്നെ തടയില്ല. കൻകൗവെ ഉഡാനെ, പട്ടം പറത്തുന്നതിൽ നിന്ന്, കോ മനാ നഹീ കർത്താ, ഞാൻ തടയില്ല. മേരാ ഭി ജി ലൽചാത്താ ഹൈ, മേരാ ഭി മൻ ലൽചാത്താ ഹൈ, എൻ്റെയും, മേരാ ഭി എൻ്റെയും, ജി ദിൽ, മൻ എൻ്റെയും മനസ്സ്, ലൽചാത്താ ഹൈ എന്താണ്, കൊതിക്കുകയാണ്. ലേക്കിൻ കരൂ ക്യാ, പക്ഷെ ഞാൻ എന്ത് ചെയ്യും. ഖുദ് ബേരാഹ് ചലൂ തോ തുമ്ഹാരി രക്ഷ കേസെ കരൂ, സ്വയം ബേരാഹ് ചലൂ വഴിതെറ്റിപ്പോയാൽ, തോ തുമ്ഹാരി രക്ഷ കേസെ കരൂ പിന്നെ നിന്നെ എങ്ങനെ ഞാൻ രക്ഷിക്കും. എല്ലാ ചേട്ടന്മാരുടെ അവസ്ഥ ഇതാണ്. എന്താണ് കളിക്കാത്തത്, എന്താണ് പഠിക്കുന്നത് എപ്പോഴും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചോദിക്കുന്നവരോട് ചേട്ടന്മാർക്ക് പറയാനുള്ള എക്സ്ക്യൂസ് ഇതാണ്. എന്താണ്, സ്വയം എന്തെങ്കിലും വഴിതെറ്റിപ്പോയാൽ പിന്നെ അനിയന്മാരെ അല്ലെങ്കിൽ അനിയത്തിമാരെ എങ്ങനെ
നേർവഴിക്ക് കൊണ്ടുവരും. യഹ് കർത്തവ്യ ഭി തോ മേരെ സിർ ഹെ. ഈ ഒരു കർത്തവ്യം, ഈ ഒരു ബാധ്യത പോലും ഇന്ന് എൻ്റെ തലയിലാണ്. ആ ഒരു നെഗറ്റീവ് ഇതിലല്ല പറയുന്നത്. ഈ ഒരു ജോലി, ഈ ഒരു കർത്തവ്യം എൻ്റെ ചുമലിലാണ്, എൻ്റെ തോളിലാണ്. തലയിലാണെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തോളിലാണെന്ന് പറയും. സയ്യോഗ് സെ ഉസി വക്ത്. സംയോഗം എന്ന് ഞാൻ വായിച്ചു. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയും, എന്താ സംയോഗം എന്നല്ലേ വായിക്കേണ്ടത്? അല്ല. ഇപ്പോൾ ഈ നമ്മൾ അനുനാസിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അനുനാസിക് അതുപോലത്തെ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അകത്ത് അവസാനത്തെ ലെറ്റർ അല്ലാതെ അതിനു മുമ്പ് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ലെറ്ററിൽ ഒരു മേളിൽ കുത്തു വരുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാണോ, അത് കഴിഞ്ഞിട്ടുള്ളത് ഏതാണോ, ആ ഒരു വാക്കിൻ്റെ ആ ഒരു വാക്ക് ഏത് ഇതിലാണ് വരുന്നത്. ഇപ്പോൾ കൈക്ക കൈക്കങ്ങ. ഇപ്പോൾ കവർഗിലാണോ, ചവർഗാണോ, പവർഗാണോ, കച്ചടത്തപ്പ അങ്ങനത്തെയൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ വർഗ്ഗങ്ങളിൽ വരുന്ന അത് അവസാനത്തെ അക്ഷരമാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ സംയോഗം എന്ന് ഞാൻ പറഞ്ഞു. संयोग से उसी वक्त एक कटा हुआ कनकौआ हमारे ऊपर से गुजरा. संयोग से ആ സമയത്ത് തന്നെ എന്താണ്, ഉസി വക്ത് സംയോഗ സെ എന്തോ കൊണ്ട് അതേ സമയത്ത് ഏക്ക് കട്ടാഹുവ ഒരു പൊട്ടിപ്പോയ കൻകൗവ പട്ടം ഹമാരെ ഊപ്പർ സെ ഗുസറ ഞങ്ങളുടെ മുകളിലൂടെ പറന്നുപോയി, അല്ലെങ്കിൽ കടന്നുപോയി. ഗുസറ എന്ന് വെച്ചാൽ എന്താണ്, അബ് കഹാ ദൂസരേക്ക് ദുഃഖ് സെ ദുഃഖി പോനെ വാല എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഗുസറ എന്താണെന്ന്. ഉസ്കി ഡോർ അതിൻ്റെ ആ ഒരു വള്ളി ലട്ടക് രഹീതി തൂങ്ങിക്കിടക്കുകയായിരുന്നു. ലഡുക്കോങ്ക ഏക് ഗോൽ കുട്ടികളുടെ ഒരു ഗോൽ, ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം. പീച്ചേ 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 ദൗഡാ ചല ആത്താ ഥാ. ഒരു പട്ടത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ദൗഡാ ചല ആത്താ ഥാ, എന്താണ്, ഓടി ഓടി വരികയായിരുന്നു. ഭായി സാഹബ് ലംബേ ഹേ ഹി. ഭായി സാഹബിന് നല്ല നീളമുണ്ട്. ലംബേ നോക്കുക, ലംബേ ലായുടെ മേളിലാണ് കുത്ത്. അപ്പോൾ അപ്പുറത്തുള്ള അക്ഷരം ഏതാണ്? ബാ. അത് ഏത് വർഗത്തിൽ വരുന്നതാണ്? കായ്ക്ക ഗായ്ക്ക ഗായിക്കത്തല്ല. കച്ചടത്തപ്പല്ലേ രണ്ടാമത്തെ? ചായച്ച് ഞാൻ അല്ല. കച്ചട ടൈറ്റണ അല്ല. തായ്ത്തന അല്ല. അവസാനത്തെ കച്ചടത്തപ്പ പായിപ്പ ബാ ഇപ്പ മാ. യെസ്, ആ ഒരു വർഗത്തിലാണ്, പവർഗിലാണ് വന്നത്. പവർഗിലെ ഏറ്റവും ലാസ്റ്റിലത്തെ അക്ഷരം ഏതാണ്? പ ഇഭ ബാ. പ ഇഫ ബാ ഇഭ മാ. മായാണ്. അപ്പോൾ അവിടെ മാ എന്നുള്ളൊരു അക്ഷരം ചേർക്കണം. എന്താണ്? ലംബേ. ലംബേ. ഓക്കെ. ലംബേ ഹേ ഹി ഉച്ഛൽക്കർ ഉസ്കി ഡോർ പക്കഡലി. ചാടിയിട്ടാര്? നമ്മുടെ ബഡേ ഭായ് സാഹബ് അതിൻ്റെ വള്ളിയിൽ പക്കഡലി പിടിച്ചു. ഓർ ബേദഹാഷ പിന്നെന്താണ്, അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്റ്റൽ കി തരഫ് ഹോസ്റ്റലിലേക്ക്, ഹോസ്റ്റലിന് നേരെ ദൗടെ ഓടി. മേ പീച്ചേ പീച്ചേ ദൗഡ് രഹാ ഥാ. ഞാൻ പിറകിൽ ഇങ്ങനെ ഓടുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. എന്ത് രസമുള്ള സ്റ്റോറി അല്ലേ? നല്ല മോറൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നല്ലൊരു ചാപ്റ്ററായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ചാപ്റ്റർ തുടങ്ങും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തുടങ്ങാനുള്ള സമയമില്ല. ആ ഹരിഹർ കാക്ക തീരുമ്പോഴത്തേക്ക് തന്നെ 1 മാസം എടുക്കും. ഹരിഹർ കാക്ക എന്ന് വെച്ചാൽ കുറേ പേജുള്ള ചാപ്റ്ററാണ്. മിക്ക സ്കൂളിലും ടീച്ചേഴ്സ് പോലും ആ ചാപ്റ്റർ പഠിപ്പിക്കാറില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അത് പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ സമ്മറി എടുത്തിട്ടാണ് മിക്ക ടീച്ചേഴ്സും പഠിപ്പിക്കുക. ഞാനത് കാണുന്നതാണ്. അപ്പോൾ സമ്മറി എടുത്തിട്ട് പഠിപ്പിക്കുക എനിക്ക് അങ്ങനെയുള്ളപ്പോൾ. അതുമാത്രമല്ല, ഹരിഹർ കാക്കയുടെ മലയാളത്തിൽ മറ്റ് വീഡിയോസൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷെ അത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്ന് എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത ചാപ്റ്റർ ഏതിട്ടാലും നിങ്ങളത് കാണണം. ഓക്കെ. പിന്നെ മീനാക്ഷി ഞാൻ മുഹാവര ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും.